ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഡ്രാമ ലോകം. ഈ നേരത്തെ യൂഫി അവൻ്റെ പുതിയ വർക്ക് കാര്യങ്ങൾ പ്രൊഫസറിനെ കാണിച്ചെടുക്കും. എന്നിട്ട് നേരത്തെ മറ്റൊരു കൊടുത്തിന് ആ ഗിഫ്റ്റ് തിരിച്ചെടുക്കുന്നുണ്ട്. പറയും ഈ പൈസ ഓർക്കനെ കൊടുത്താൽ എനിക്ക് ഓരോ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയും. അപ്പം പ്രൊഫസർ ഈ ചിത്രം നോക്കിയാണ്ട് അറിയും, ഓ ഇപ്പോൾ പയ്യെ എൻ്റെ ഓൾഡ് സ്റ്റൈലിൽ തന്നെ മാറിയോ ചിത്രം വരയ്ക്കണേന്ന്. എന്നിട്ട് പ്രൊഫസർ ഈ എന്തായാലും ഓന് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പഴയ സ്റ്റൈലിലേക്ക് പോയി ഈ കണ്ടെത്തിൻ്റെ പ്രണയവും കാര്യങ്ങളൊന്നും ഒഴിവാക്കി പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് ഈ ഫിലിം ആ ടോപ്പിക്ക് നമുക്ക് ഒഴിവാക്കാം. എനിക്ക് അറിയാം എനിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന്. ഞാനല്ലാതെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്നോട് അത്രയും ഇത് കൊടുക്കാതെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. നേരത്തെ പ്രൊഫസർ അറിയും, ഞാൻ എന്നോട് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് കുറേ ചേഞ്ചസ് കാര്യങ്ങൾ ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയെങ്കിൽ ഞാൻ അതിൽ ഫെയിലായി എന്ന് പറയും. എന്നിട്ട് അവനൊരു കവർ എടുത്ത് കൊടുക്കും, ഇതയ്യെ ചോദിച്ചിനെന്ന് പറയും. എന്നിട്ട് പ്രൊഫസർ പറയും, നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇതൊന്നും പറ്റില്ല പറയും. അങ്ങനെ യൂഫിയെ തുറന്ന് നോക്കുമ്പോൾ അതിൽ അവനുള്ള പേയ്മെൻറ്റിൻ്റെ ചെക്ക് ആയിരിക്കും. അപ്പോൾ പറയും, ഇത് വലിയ എമൗണ്ടാണല്ലോ എന്ന് പറയും. അപ്പോൾ പ്രൊഫസർ അറിയും, ഞാനത് ചാരിറ്റി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തരാം അങ്ങനെ രീതി തന്നൊന്നുമല്ല, ഈ ആയിട്ട് നേടിയെടുത്ത എമൗണ്ടാണ്. എനിക്ക് കുറേ ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കാൻ അതിന് എൻ്റെ ഒരു എഡ്യൂക്കേറ്റർ ആവാമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി. ഇത് ഈ സ്വയം നേടിയെടുത്ത പൈസയാണ്, അതുകൊണ്ട് തന്നെ ഈ തിരിച്ചു തരേണ്ട ആവശ്യമില്ല അറിയും. അപ്പോൾ താങ്ക്സ് എന്ന് പറയും. അങ്ങനെ പ്രൊഫസർ അറിയും, എന്തായാലും നമ്മളെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എനിക്കെന്തായാലും ഈ പൈസ എൻ്റെ ആവശ്യം പോലെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് പിരിയും. ദെൻ കേശാനും ജോയിനും ചെന്നൈയാണ് കാണിക്കുന്നത്. അപ്പോൾ ചെന്നൈയാണ് അവിടെ ഇങ്ങനെ ടാബിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഒരു ഉറങ്ങിപ്പോയിരിക്കും. നേരത്തെ കജോ അങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കരുത്. അപ്പോഴായിരിക്കും കേശാന്ത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ ചെന്നൈനെ വിളിച്ചെടുത്തോന്നുണ്ടായിരിക്കും. ചോദിക്കും, അല്ല ഈ എന്ത് പാർട്ട് ടൈം വർക്കിനെ ജോയിൻ ചെയ്തത്, ഇത്ര ടയർഡ് മാനർ. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ടൈം ഒക്കെ ഉണ്ട്, ആകെ നേരം വൈകി ഞാൻ പോവാണ് പറഞ്ഞിട്ട് അവിടുന്ന് കോഫി എടുത്ത് കുടിക്കും. അപ്പോൾ കേശാൻ പറയാം, അത് എനിക്ക് ഓർഡർ ചെയ്താണ് അറിയാം, അല്ലെങ്കിൽ വേറെ ഓർഡർ ചെയ്ത് എനിക്ക് നേരം ഇല്ലാണ്ട് വേഗം ഓടും. അപ്പോൾ ഓളോ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ടിരിക്കും. അങ്ങനെ ഓളോളെ വാക്ക് കാണിക്കുന്നത്. അവളിങ്ങനെ ബാറ് പോലത്തെ ഇതിലേക്കും. അപ്പം അവിടെ ടേബിൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിൽക്കുമ്പോൾ തയോമി അവളവിടെ കാണും. അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ടാവും. അങ്ങനെ അവൾ ഒരു ടാബിലെടുത്തെത്തുമ്പോൾ അവളൊക്കെ ചോദിക്കും, ന്യൂ കമറാണ് ചോദിക്കും. ആര് പറയും, എന്നാൽ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യ്, നമുക്ക് എൻജോയ് ചെയ്യാറ്. അപ്പോൾ അവൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോവും. ദെൻ ക്യൂജോവും കിഷാനുമാണ്. അപ്പോൾ കിഷാൻ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാറുണ്ട് എന്നിട്ടോ. അപ്പോൾ ക്യൂജോ ഇങ്ങനെ വെറുതെ താഴത്ത് നോക്കുമ്പോൾ അങ്ങനൊരു പിന്നെ ക്ലബിൻ്റെ അഡ്രസ്സുള്ള ഒരു പേപ്പർ ഇട്ടു. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാവും ഓള് അങ്ങോട്ടാണ് പോയതെന്ന്. അങ്ങനെ ചെല്ലിയാനെ കാണിക്കണം. അപ്പോൾ ചെല്ലിയാൻ വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി അടക്കിയിരിക്കും. ആ നേരത്ത് പെട്ടെന്ന് ഒരു 2 വീലർ മേൽ വന്നിട്ട് അവളെ ബാഗ് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവൾ കള്ളൻ എന്നുള്ള നിലക്ക് ഒരു ബാക്കിലോടും. അതായത് ക്യൂജോ ഓളെ തിരഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ ആ 2 വീലറിൻ്റെ ബാക്കിലോടിയിട്ട് അവളെ ബാഗ് പിടിച്ച് വലിക്കും. അങ്ങനെ ആ ബൈക്കട മറിഞ്ഞു പോകും. അങ്ങനെ ഓല് രണ്ടാളും ഫൈറ്റും. അപ്പോൾ ചെന്ന അങ്ങനെ പറയണ്ടാവും, ക്യൂജോ നല്ല ശ്രദ്ധിക്ക്, വേണ്ട എന്നൊക്കെ പറയണ്ടാവും. അവസാനം കള്ളനെ ഓനെ തള്ളിയിട്ടാണ്ട് വണ്ടിമ്മ കയറിപ്പോവും. അങ്ങനെ ഓൻ ആ ബാഗ് ചെല്ലാനെടുക്കുമ്പോൾ ചെല്ലാൻ താങ്ക് യു പറയും. അതിനകത്ത് തിരിഞ്ഞാൽ നടക്കുമ്പോൾ പെട്ടെന്ന് ക്യൂജോ വീഴും. അപ്പോൾ എന്തേക്കും കാലിലെന്തോ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഓനെ പിടിച്ചാണ്ട് ഹോസ്പിറ്റലിലുണ്ടാവും. ആ നേരത്തെ ഇതൊക്കെ തയോമി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. കാരണം ഓനായിരിക്കും അവിടെ ആ 2 വീലർ മേൽ ആളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ചെന്നൈ ചോദിക്കും, അല്ല ക്യൂജോ ഇങ്ങനെ ആ സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടായി, അത് എൻ്റെ നിന്ന് വീണ് പോയാൽ ഞാൻ ആ കാർഡ് കണ്ടിനി, ഇപ്പോൾ അതിനനുസരിച്ച് വന്നേനി. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ എന്താ അവിടെ വർക്ക് ചെയ്യുന്നത്, പോരാതെ ഇത്ര ലേറ്റായ സമയം എന്തായാലും നല്ല ഡേഞ്ചറുള്ളതാണ്. അപ്പോൾ അതങ്ങനെയൊന്നുമില്ല, നോർമലി ഇത്ര ലേറ്റ് ആവില്ലൊന്നുമില്ല, ശരിക്കും പേടിച്ചില്ലെന്നൊക്കെ പോകും. അതൊന്നുമില്ല, പക്ഷേ എൻ്റെ പരിക്ക് കണ്ടിട്ടാണ് എനിക്ക് പേടി. എനിക്ക് നാളെ ബാസ്കറ്റ് ബോൾ കളിക്കാനായിരിക്കും. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കളിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ശീലമുള്ള കാര്യമാണ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും പറയും. എന്നിട്ട് അറിയാം, എനിക്ക് കണ്ടിട്ട് തോന്നിയില്ലേ, ഞാൻ എന്നിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാനിട്ട് എന്നേക്കാൻ നോക്കും. പക്ഷെ അവന് വേദനയായിട്ട് പിന്നെ അടുത്തന്നെ ഇരിക്കും. അപ്പോൾ അവൾ പറയും, കുഴപ്പമില്ല ഈ അവിടെ തന്നെ ഇരുന്നു റെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുന്നു. എന്നിട്ട് അവൾ പറയും, ഈ എന്തായാലും നല്ലോണം റെസ്റ്റ് എടുക്കണം, മെഡിസിന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് കുടിക്കണത്. അപ്പം ക്യൂജോ അവളിങ്ങനെ ഒന്ന് അന്തമായിട്ട് നോക്കും. അപ്പോൾ എന്തേക്കും പറയും, അല്ല ഈ ഫസ്റ്റ് ടൈമാണ് എന്നോട് ഇത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതെനിക്കിപ്പം പരിക്ക് പറ്റിയോണ്ടല്ലേ അറിയും. അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ രീതിയിൽ എന്നോട് പെരുമാറാമല്ലോ പറയും. അപ്പോൾ ഈ വെറുതെ കുട്ടികളെ കളിക്കല്ലേ പറയും.